പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. നിത്യപ്രകാശമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. മരണത്തിലൂടെ ഞങ്ങളെ ജീവനിലേക്ക് വിളിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. അബ്രഹാമിനെ ദൈവം വിളിച്ചു, വിശ്വാസികളുടെ പിതാവാക്കി മാറ്റി. ഇതാ ഞാനും നീയുമായുള്ള എൻ്റെ ഉടമ്പടി, നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. നീ ഇനി അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിൻ്റെ പേര് അബ്രഹാം എന്നായിരിക്കും. സന്താനപുഷ്ടി ഉള്ളവനായി നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും, രാജാക്കന്മാരിൽ നിന്ന് നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഞാനും നീയും നിനക്കുള്ള നിൻ്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഈ ഉടമ്പടി സ്ഥാപിക്കും. വിളച്ചിറക്കിയതെന്തിനാണെന്നറിയാതെ ഇറങ്ങിപ്പുറപ്പെട്ട ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ശരീരം മൃതപ്രായനായിരുന്നിട്ടും ദൈവത്തിൽ വിശ്വസിച്ച അബ്രഹാമിൻ്റെ വിശ്വാസം പോലെ ആ വിശ്വാസം നമുക്കുണ്ടാകും. വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ദൈവം നമ്മോട് ചെയ്ത ഉടമ്പടി പാലിക്കപ്പെടുവാനായിട്ട് നമുക്ക് കൃപ നൽകണമേ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവിന് ആരാധന സ്തുതി പുകഴ്ചകളർപ്പിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ കഴിയണം. അവിടെന്ന് പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ കൃപകളാൽ നിറഞ്ഞ് ജീവിക്കുവാൻ കഴിയുമ്പോൾ അബ്രഹാം എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ ആനന്ദിച്ചതുപോലെ ആനന്ദിക്കുവാൻ നമുക്ക് കഴിയുമെന്നും അങ്ങനെ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ നിറവ് ലഭിക്കുമെന്നും നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കും. മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കും. ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറുവാനായിട്ട് കാത്തിരിക്കുന്ന ഓരോരുത്തർക്കും ആ വാഗ്ദാനം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ നിങ്ങളേവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കും. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ.